ബംഗ്ലാദേശിനെ പിടിച്ചുലച്ച ജൻസി പ്രക്ഷോഭത്തിന് ശേഷം ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് പലായനം ചെയ്യേണ്ടതായി വന്നു. അതിനുശേഷം നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ആണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഇപ്പോൾ നടത്തുന്നത്. അങ്ങനെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വീണ്ടും ബംഗ്ലാദേശിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പേരായി മാറുകയാണ് താരിഖ് റഹ്മാൻ്റേത്. ആരായിരുന്നു താരിഖ് റഹ്മാൻ? എങ്ങനെയാണ് താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വീണ്ടും എത്തുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ബംഗ്ലാദേശിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സിയാവുർ റഹ്മാൻ്റെയും ഖാലിദാസിയയുടെയും മകൻ ആണ് താരിഖ് റഹ്മാൻ. ബംഗ്ലാദേശിൻ്റെ 7ാമത്തെ പ്രസിഡന്റായിരുന്നു സിയാവുർ റഹ്മാൻ എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ബീഗം ഖാലിദാസിയ. ഇവരുടെ മൂത്ത മകൻ ആണ് താരിഖ് റഹ്മാൻ എന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം എന്നത് നമുക്ക് വ്യക്തമാകുന്നതാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ സിയാവുർ റഹ്മാൻ, അതായത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകൻ കൂടിയായിട്ടുള്ള സിയാവുർ റഹ്മാൻ മരണപ്പെട്ടത് 1981 ആയിരുന്നു. അത് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയത്തിൽ അടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൊലപാതകം കൂടി ആയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ സിയാവുർ റഹ്മാൻ മരണപ്പെടുമ്പോൾ താരിഖ് റഹ്മാൻ്റെ പ്രായം എന്നത് കേവലം 16 വയസ്സ് മാത്രമായിരുന്നു. 16 വയസ്സുള്ള ഒരു യുവാവ് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു പ്രായത്തിൽ ആണ് ഈ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ ജനിച്ച മൂത്ത മകനായിട്ടുള്ള താരിഖ് റഹ്മാന് സ്വന്തം അച്ഛനെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ പോലും പിന്നീട്, അതായത് സിയാവുർ റഹ്മാൻ്റെ മരണശേഷം ഖാലിദാസിയ സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു. സിയാവുർ റഹ്മാൻ്റെ ഭാര്യ കൂടിയായിട്ടുള്ള ബീഗം ഖാലിദാസിയ അങ്ങനെയാണ് ബംഗ്ലാദേശിലെ BNP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അമരത്തേക്ക് എത്തുന്നത്. അങ്ങനെ ഖാലിദാസിയ ബംഗ്ലാദേശിൻ്റെ അമരത്തേക്ക്, അല്ലെങ്കിൽ BNPയുടെ അമരത്തേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ആണ് അന്ന് 16 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന റഹ്മാനും ഇത്തരത്തിൽ വളരെ കൃത്യമായി രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. അതിൽ നിന്ന് തന്നെ താരിഖ് റഹ്മാൻ്റെ രാഷ്ട്രീയ പാരമ്പര്യവും അനുഭവ സമ്പത്തും എത്രത്തോളം എന്നത് നമുക്ക് വ്യക്തമാകും. അതായത് അമ്മ ഭരണത്തിൽ ഏറുന്ന സാഹചര്യത്തിലും അമ്മ രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുന്ന സാഹചര്യത്തിലുമെല്ലാം അമ്മയുടെ നട്ടെല്ല് എന്ന നിലയിൽ തന്നെ പ്രവർത്തിച്ചിരുന്നത് താരിഖ് റഹ്മാൻ ആയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിനുശേഷം പിന്നീട് ബീഗം ഖാലിദാസിയ അധികാരത്തിലേക്ക് എത്തുന്നു. ബീഗം ഖാലിദാസിയ ബംഗ്ലാദേശിൻ്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി മാറുകയും ചെയ്യുന്നു. അതോടുകൂടി പാർട്ടിയുടെ ഉന്നത തലത്തിൽ നിന്ന് മറിച്ച് അധികാരത്തിലേക്ക് കൂടി എത്തുന്ന ഒരു സാഹചര്യത്തിൽ ഈ അധികാരത്തെ നിയന്ത്രിക്കുന്നതിൽ താരിഖ് റഹ്മാന് നിർണായകമായ പങ്കുണ്ടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടതായി വരുന്നത്. അവിടെ ഒരു പരിധിവരെ ഈ അധികാരത്തിൻ്റെ ഭാഗമായി എന്നത് താരിഖ് റഹ്മാന് തിരിച്ചടിയാകുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അത് എങ്ങനെ എന്നുള്ളതാണ്. അതായത് ബീഗം ഖാലിദാസിയ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ബംഗ്ലാദേശിൻ്റെ വികസനത്തിന് എന്ന പേരിൽ നിരവധിയായ പ്രൊജക്റ്റുകളും പദ്ധതികളും നടപ്പിലാക്കിയിരുന്നു. ആ പദ്ധതികളിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള അഴിമതി നടന്നു എന്നും അങ്ങനെ അഴിമതി നടത്തിയതിൻ്റെ പേരിൽ ഉൾപ്പെടെ ബംഗ്ലാദേശിൽ വിചാരണ നേരിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അവിടെ ബീഗം ഖാലിദാസിയ മാത്രമായിരുന്നില്ല, മകനായ താരിഖ് റഹ്മാനും അത്തരത്തിൽ വിചാരണ നടപടികൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ അഴിമതി കേസിൽ പ്രതിയായ താരിഖ് റഹ്മാന് പിന്നീട് രാജ്യത്ത് നിലയുറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം ആണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് രാജ്യം വിട്ടുവെങ്കിലും അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു എന്ന് മാത്രവുമല്ല, 2008 മുതൽ ലണ്ടനിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം BNP എന്ന പാർട്ടിയെ നയിച്ചത്. BNP എന്ന പാർട്ടിയെ ഖാലിദാസിയ മുൻനിരയിൽ നിന്ന് നയിക്കുമ്പോൾ അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ എല്ലാം നടത്തിയിരുന്നത് താരിഖ് റഹ്മാൻ എന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ബംഗ്ലാദേശിന് പുറത്ത് നിന്നുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത്. അങ്ങനെ അധികാരത്തിൽ ഷെയ്ഖ് ഹസീന തുടരുന്ന പശ്ചാത്തലത്തിൽ പോലും ഒരു ശക്തമായ പ്രതിപക്ഷം എന്ന നിലയിൽ പ്രവർത്തിക്കുക, അവാമി ലീഗിനെ എങ്ങനെയും പുറത്താക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് താരിഖ് റഹ്മാൻ തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇവിടെ ഓർത്തെടുക്കേണ്ടത് നീണ്ട 17 വർഷം ആയിരുന്നു അദ്ദേഹം പ്രവാസ ജീവിതം നയിച്ചത് എന്നാണ്. ആ 17 വർഷവും ഇത്തരത്തിൽ പുറത്തു നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയെ നയിക്കാൻ താരിഖ് റഹ്മാന് സാധിച്ചു. 2024 ആണ് ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്താകുന്നത്. ഷെയ്ഖ് ഹസീന അധികാരത്തിലിരുന്ന സമയത്ത് ഉടനീളം രാഷ്ട്രീയ വേട്ടയാടലിന് വിധേയനാക്കപ്പെട്ടു ബീഗം ഖാലിദാസിയയും അതോടൊപ്പം തന്നെ അവരുടെ മകനും എന്ന വിമർശനമാണ് നേരിട്ടിരുന്നത്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായ ജൻസി പ്രക്ഷോഭം. അതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കരങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും 2024 ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടതായി വന്നു. അങ്ങനെ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയാണ് താരിഖ് റഹ്മാന് എതിരെ ഉള്ള ഈ ക്രിമിനൽ കുറ്റങ്ങൾ റദ്ദാക്കപ്പെട്ടു എന്നത് എടുത്തു പറയേണ്ടത്. അതായത് 2024 വരെ വിചാരണ നേരിട്ട് ക്രിമിനൽ കേസുകളിൽ അടക്കം പ്രതിയായി ശിക്ഷിക്കപ്പെട്ടിരുന്ന വ്യക്തിയാണ് താരിഖ് റഹ്മാൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വയം രാജ്യം വിട്ടുപോയത് എങ്കിൽ 2024 ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് ഒഴിയുന്ന സാഹചര്യത്തിൽ താരിഖ് റഹ്മാൻ
കുറ്റവിമുക്തനാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയാണ് ഒരു ശക്തമായ തിരിച്ചുവരവ് ഉണ്ടാകുന്നത്. 17 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിലേക്ക് മടങ്ങിയെത്തുമ്പോൾ രാജ്യം വിട്ട താരിഖ് റഹ്മാനെ അല്ല കാണാൻ നമുക്ക് സാധിച്ചത്, മറിച്ച് രാജ്യം ഭരിക്കാൻ ശേഷിയുള്ള അത്രമേൽ കരുത്തനായ താരിഖ് റഹ്മാനെയാണ് കാണാൻ സാധിച്ചത്. അതിനിടെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ നടപടികൾക്ക് ഇടെ തന്നെയായിരുന്നു അസുഖബാധിതയായ ബീഗം ഖാലിദാസിയുടെ മരണം സംഭവിക്കുന്നത്. അമ്മയുടെ മരണത്തോടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനായി അദ്ദേഹം ചുമതല ഏൽക്കുകയും ചെയ്തു. അങ്ങനെ BNP എന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയെ നയിക്കുന്ന നേതാവായി അദ്ദേഹം മാറുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർന്നു കേൾക്കുകയും ചെയ്തത്. അങ്ങനെ നടന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ആണ് ഇപ്പോൾ വലിയ മുന്നേറ്റം നടത്താൻ താരിഖ് റഹ്മാന് സാധിക്കുകയും ചെയ്തത്. താരിഖ് റഹ്മാന്റെ പാർട്ടി കേവല ഭൂരിപക്ഷത്തെക്കാൾ ബഹുദൂരം മുന്നിലേക്ക് പോകുമ്പോൾ പ്രധാനമന്ത്രിയായി ഉയർത്തി കാണിച്ചിരുന്നത് ഈ പേര് തന്നെയായിരുന്നു, താരിഖ് റഹ്മാന്റെ പേര് തന്നെയായിരുന്നു. ഇനി അറിയേണ്ടത് താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയായി എത്തുമ്പോൾ ബംഗ്ലാദേശിൽ നൽകിയിട്ടുള്ള ഉറപ്പുകൾ പാലിക്കപ്പെടുമോ? പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കും അടക്കം തൊഴിൽ ഉറപ്പുവരുത്തുന്നു, വരുമാനം ഉറപ്പുവരുത്തുന്നു, ബംഗ്ലാദേശ് മറ്റു രാജ്യങ്ങളുമായി ഏറ്റവും മികച്ച കരാറുകളിൽ ഏർപ്പെടുകയും അങ്ങനെ ബംഗ്ലാദേശിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അദ്ദേഹം പാലിക്കുമോ? ഒപ്പം ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകുന്ന ഷെയ്ഖ് ഹസീനയെ തിരികെ ആവശ്യപ്പെടുമോ? ഇന്ത്യയുമായി ഏത് തരത്തിലുള്ള നയതന്ത്ര ബന്ധം ആയിരിക്കും താരിഖ് റഹ്മാൻ പുലർത്താൻ പോകുന്നത് എന്നതും ഇനി കണ്ടറിയണം.